ഈ തിളച്ച് മറിയുന്ന സാമ്പാർ കണ്ടാൽ ഇതിൽ ഒരു തരത്തിലുള്ള പൊടികളും ചേർത്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എങ്കിൽ വിശ്വസിക്കണം. പക്ഷെ ടേസ്റ്റ് ആണെങ്കിൽ അപാരം. ഇത് തിളച്ച് ഉപ്പ് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോഴൊരു അസാമാന്യമായ അപാരമായ ഒരു ഒറിജിനൽ ടേസ്റ്റ് ഓഫ് ആ പരിപ്പിൻ്റെയും പച്ചക്കറികളുടെയും ചേർന്ന ഒരു നല്ലൊരു തനത് രുചി എന്ന് പറയുമല്ലോ. പച്ചക്കറികളുടെയും പരിപ്പിൻ്റെയും പൊടികളുടെ രുചിയല്ല നമ്മുടെ നാവിൽ വരുന്നത്. അപ്പം പൊടികളോ ഒരു തരം പൊടികൾ ഉപ്പ് പൊടി ഉൾപ്പെടെ ചേർത്തിട്ടില്ല നമ്മൾ. കാരണം നമ്മൾ കല്ലുപ്പ് നീരാക്കി ആ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. നല്ല പാകത്തിന് കുറുകിയ, വേണമെങ്കിൽ ഇനിയും കുറുക്കാം. ഇതിപ്പം ഇഡ്ഡലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതുകൊണ്ട് ഇത്തിരി ചാറായിട്ടുണ്ടാക്കിയതുകൊണ്ടാണ്. നല്ല പാകത്തിന് കുറുകിയ അസാമാന്യമായ ഒരു തനത് രുചിയുള്ള സാമ്പാറാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഈ പാചകം അറിയാത്തവർക്കും വളരെ എളുപ്പം ചെയ്യാം. ഇതിൻ്റെ നിറം വന്നിരിക്കുന്നത് ഇതാ ഇതിൽ നിന്നാണ്. ഈ ബീട്രൂട്ട് ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി ഉണ്ടായിരുന്നു. ആ പകുതി ബീട്രൂട്ടിൻ്റെ നിറമാണ് ഈ കാണുന്ന നിറം. ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്, നിങ്ങൾ ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്, കടയിൽ പോകുമ്പോൾ പരിപ്പ് വാങ്ങിക്കുമ്പം പീസ് പരിപ്പ് വാങ്ങിക്കാൻ നിൽക്കരുത്. ഒറിജിനൽ തുവരപ്പരിപ്പ് ചോദിച്ച് വാങ്ങുക. അതിൻ്റെ ഒരു തനത് രുചി സാമ്പാറിന് മറ്റൊരു പരിപ്പിൽ നിന്നും കിട്ടത്തില്ല. എന്നിട്ട് അത് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട ഒരു 8-10 മണിക്കൂറെങ്കിലും കുതിർന്നതിന് ശേഷം നന്നായി കഴുകി ആ പരിപ്പും, ഞാൻ ഒരു കഷ്ണം ബീട്രൂട്ടും ഒരു എന്താ പറയുക പൊട്ടറ്റോയും കുറച്ച് അമരപ്പയർ എന്ന് പറയുന്ന സാധനമില്ലേ, കൊത്തമര എന്ന് പറയുന്ന സാധനം, വീതിയുള്ള പയറല്ല, നമ്മുടെ നാട്ടിലുണ്ടാകുന്നല്ലോ ഇത്, അമരക്കായും ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ചേർത്ത് കുക്കറിൽ വേവിച്ചു. കുക്കറിൽ നന്നായിട്ട് വേകണം. കുറച്ച് സമയം ഇരുന്ന് നന്നായിട്ട് വേകണം. എന്നിട്ട് ഒരു തക്കാളി, ഒരു സവാള, 4 വെണ്ടയ്ക്ക ഇത് നുറുക്കി വെച്ചിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടൊന്ന് പൊട്ടിക്കുക. വെളുത്തുള്ളി ചതച്ചതോ അരിഞ്ഞതോ ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു 2 വറ്റൽമുളക് കടുക് മുറിച്ചിട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു നുള്ളി ജീരകവും ഒരു നുള്ളി ഉലുവയും ഇട്ട് കട്ട കായം തന്നെ ഇട്ട് ഒന്ന് ഇളക്കി അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ തക്കാളിയും സവാളയും വെണ്ടയ്ക്കായി നുറുക്കി വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ ആ വേവിച്ച കുക്കറിൽ നമ്മൾ വേവിച്ച പരിപ്പും പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പച്ചക്കറികളല്ല, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി, ഒരു പൊട്ടറ്റോയും, കുറച്ച് അമരക്കായും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ പച്ചമുളക്, ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്തോണം. ഇത്രയേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു അപാര രുചി എന്ന് പറയുന്നത് നന്നായിട്ട്, എന്നിട്ട് മൺചട്ടിയിൽ വേണം ചേർക്കാൻ. മൺചട്ടിയിലിട്ട് ഉപ്പ് ചേർത്ത് നന്നായി തിളച്ചപ്പം ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു നമ്മളങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്ന, ഇനി നമുക്കത് കഴിക്കണം തോന്നുന്നു അല്ലെങ്കിൽ വെക്കാൻ തോന്നുന്ന രുചിയുള്ള ഒരു സാമ്പാർ കിട്ടി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പ്രത്യേകിച്ചും പാചകം അറിയാത്തവരെ ഈ രുചിക്കൂട്ടുണ്ടല്ലോ, പൊടികളുടെ പ്രൊപ്പോർഷൻ അറിയാത്തവർ, സാമ്പാർ പൊടി ഉണ്ടാക്കാൻ അറിയാത്തവർ, പുളി പിഴിയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് പുളി പിഴിയുന്നത്. ഞാൻ ഒരിക്കലും സാമ്പാറിന് പുളി ചേർക്കാറില്ല. ഇനി എങ്ങാനും പുളി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തക്കാളി കൂടാതെ 2 തുള്ളി നാരങ്ങ നീര് ചേർക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.